അങ്ങനെ നമ്മുടെ മണി ബോക്സിന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആദിലയുടെ ബോധം അപ്പാടെ പോയിരിക്കുകയാണ്. അതായത് നമ്മുടെ ആദിലയും നൂറും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കിട്ടുന്ന എമൗണ്ട്, അതായത് 6 ലക്ഷമാണ് 6 ലക്ഷം, 5 ലക്ഷം കിട്ടുന്ന എമൗണ്ട് എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ പോകുന്നതായിരുന്നു പ്ലാൻ ചെയ്തത്. ആ പ്ലാനിങ് അപ്പാടെ ഫ്ലിപ്പ് അടിച്ചുകൊണ്ട് ബിഗ് ബോസ് വേറൊരു ഇത് കൊടുത്തു. അതായത് ഈ തവണ എല്ലാവർക്കും മണി ബോക്സിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എന്നാൽ ഔട്ട് ആകത്തുമില്ല, അവർക്ക് ആ പൈസ വെച്ചുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷനാണ് ബിഗ് ബോസ് കൊടുത്തത്. അത് ഈ തവണ വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ ചെറിയ എമൗണ്ടിലാണ് കളിക്കുന്നത്. അതായത് വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും. അതായത് സാധാരണ നമ്മൾ കണ്ട സീസണിലൊക്കെ ഇവർക്ക് തന്നെ സെപ്പറേറ്റ് ഒരു ഇത് കൊടുക്കുമായിരുന്നു. ഈ തവണത്തെ സീസണിൽ അതായത് ഈ പ്രൈസ്, ഈ കൊടുക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടൊക്കെ നമ്മുടെ വിന്നർ 50 ലക്ഷത്തിൽ നിന്ന് കുറയും. ഇപ്പം നിലവിൽ 49,50,710 രൂപയെ നിലവിലുള്ളൂ. 50,000 സംതിങ് അടുപ്പിച്ച് നമ്മുടെ ഇതിൽ നിന്ന് ഗെയിംസ് ആയിട്ട് കൊടുത്തു തീർത്തു. ഇനി നാളെയും ചിലപ്പോൾ ഗെയിംസ് കാണും. അങ്ങനെ ഇത് പൈസ മൊത്തം ഡെബിറ്റ് ആവുന്നത് നമ്മുടെ വിന്നറിൻ്റെ പ്രൈസ് മണിയിൽ നിന്നാണ് ഡെബിറ്റ് ആവുന്നത്. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ അനുമോക്കും അനീഷിനും നമ്മുടെ ഷാനവാസിനൊന്നും വലിയ സുഖം തോന്നിയില്ല. പക്ഷേ ഇത് കേട്ട ഉടനെ നമ്മുടെ അതിലിടെ ഉള്ള പ്രതീക്ഷ പോയി. പക്ഷേ നെവിന് കുറച്ച് സന്തോഷമായി ഇത് കേട്ടപ്പോഴത്തേക്കും. പക്ഷേ നെവിനും സാബുമാനും ഇതൊക്കെ മണി ബോക്സ് എടുത്തുകൊണ്ട് പുറത്തു പോകാൻ തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇതേപോലത്തെ ഹ്യൂജ് എമൗണ്ട് വരികയാണെങ്കിൽ നെവിനും നമ്മുടെ ആദിലയും നമ്മുടെ ഷാബുമാൻ ഇവർ 3 പേരും എടുത്തുകൊണ്ട് പുറത്തു പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അത് ഒന്നടങ്കം ഫ്ലിപ്പ് അടിച്ചുകൊണ്ടാണെന്ന് എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഇതായി പോകും. അതായത് ഇപ്പോൾ ഇവർ എന്തായാലും നമുക്ക് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവും. അതായത് ആദിൽ അല്ലെങ്കിൽ നെവിൻ അല്ലെങ്കിൽ നമ്മുടെ സാബുമാൻ എടുക്കുമെന്ന് നമ്മുടെ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് അങ്ങനെ പ്രെഡിക്റ്റബിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഒരു ട്വിസ്റ്റ് ഇതിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ എന്നാലും നല്ലതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.